കൊല്ലത്ത് ആളുമാറി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിച്ച യുവതി മാനസികമായി തളർന്ന അവസ്ഥയിൽ 3 ദിവസം മുമ്പാണ് കൊല്ലം കിളിക്കല്ലൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവതിയെയും 5 വയസ്സുകാരൻ മകനെയും പോലീസ് റോഡിൽ തള്ളിയിട്ടത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയം തോന്നിയ ഒരാളെ ചോദ്യം ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പോലീസ് പറയുന്നു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിന്നു. എന്റെ കൈ കയറി ഇങ്ങനെ പിടിച്ചു വന്ന് ഒരു പെണ്ണത് വനിതാ പോലീസ് അറിയുന്നില്ല, യൂണിഫോമിലല്ല. പിന്നെ ആണുങ്ങൾ രണ്ടുപേരും ഇറങ്ങി. പെട്ടെന്ന് അവർ വന്ന് എന്നെ പിടിച്ച് തെള്ളി ഇട്ട് തറയിലിട്ട് വലിച്ച് ഇട്ട് അകത്ത് കയറ്റാൻ നോക്കി. പെട്ടെന്ന് എനിക്ക് എന്തോന്ന് അറിയാൻ വയ്യ, ബോധം കെട്ട് അവിടെ അങ്ങ് വീണം. മകനെ സ്കൂളിൽ ചേർക്കാൻ പോയ മുന്താസിന് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവമാണ് കേട്ടത്. മാലമോഷണ കേസിലെ പ്രതിയായ ഒരു യുവതി വെള്ള ചുരിദാറിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് എത്തിയത്. എത്തിയപ്പോൾ കണ്ണിൽപ്പെട്ടത് വെള്ള ചുരിദാറിട്ട മുന്താസിനെ. പിന്നെ കണ്ടത് പോലീസിന്റെ അഴിഞ്ഞാട്ടം. 3 പേര് വണ്ടി ഓഫാക്കാതെ ഇറങ്ങി വന്ന് ഉമ്മായി പിടിച്ച് കൈ പിടിച്ച് അപ്പം ഉമ്മ അങ്ങ് വീണവിടെ. അപ്പം അല്ലാതെ ആൺ പോലീസ് ഒന്നും നടുവിന് വെള്ളിക്കൊടുത്ത്. യഥാർത്ഥ പ്രതിയെ പോലീസ് പിന്നീട് പിടിച്ചു. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന മുന്താസ് വീടിന് പുറത്തിറങ്ങുന്നില്ല. ഇനി മറ്റൊരാൾക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന് ഇവർ പറയുന്നു. 3 ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല. അതൊരു മൂകമായിട്ടാണ് ഇപ്പം റൂമിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം പുറത്തോട്ട് പോകുന്നില്ല. ആരെന്ത് ചോദിച്ചാലും മൗനമാണ്. പിന്നെ പോലീസിന്റെ അന്വേഷണമാണ്. ചിലപ്പം പ്രതിയെ അല്ലാതെ വേറൊരാളെ പിടിച്ചാൽ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗത്തിൽ അടിക്കും, ഇടിക്കും. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ സമീപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.